لا تنكر الوحي من رؤياه إنا له قلبا إذا نامت العينان لم ينام. ലാ തുൻകിരിൽ വഹയ, വഹയിനെ ദിവ്യ സന്ദേശങ്ങളെ നീ നിഷേധിക്കരുത്. എങ്ങനെയുള്ള ദിവ്യ സന്ദേശങ്ങളാണ്? മിൻ റുയാഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ഉണ്ടായ ദിവ്യ സന്ദേശങ്ങളെ നീ നിഷേധിക്കാൻ പാടില്ല. കാരണം ഇന്നലഹു, തീർച്ചയായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട് ഖൽബൻ, ഹൃദയം. അവിടുത്തെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇദാ നാമത്തിൽ ഐനാനി, രണ്ട് കണ്ണുകൾ ഉറങ്ങിയാലും ലം യനമി, ആ ഹൃദയത്തിന് ഉറക്കമില്ല. അപ്പൊ 24 മണിക്കൂറും സജീവമായി നിൽക്കുന്ന, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഏത് സമയത്തും ഏറ്റുവാങ്ങാൻ റെഡിയായി നിൽക്കുന്ന ഹൃദയമുള്ള ഒരാളുടെ സ്വപ്നത്തെ പോലും നീ നിഷേധിക്കാൻ പാടില്ല. അത് സ്വപ്നത്തിൽ കണ്ടതല്ലേ എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പാടില്ല. ആ നബിയെ അംഗീകരിക്കാൻ നമ്മൾ എത്രത്തോളം ബാധ്യസ്ഥരാണോ, അതുപോലെ തന്നെ ആ സ്വപ്നത്തിലൂടെ ലഭിച്ച വഹയിനെയും നീ അംഗീകരിക്കണം, നിഷേധിക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കണമെന്ന സന്ദേശം ലഭിക്കുന്നത്, വഹയി ലഭിക്കുന്നത് സ്വപ്നത്തിലൂടെയാണ്. ആ സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയെങ്കിൽ ആ സ്വപ്നം അത് യഥാർത്ഥ വഹയി തന്നെയാണ് എന്നതുകൊണ്ടാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പലപ്പോഴും സ്വപ്നത്തിലൂടെ ദിവ്യ സന്ദേശം ലഭിച്ചിട്ടുണ്ട്. അതിനെയൊന്നും നീ നിഷേധിക്കാൻ പോകരുത്. അഥവാ അമ്പിയാക്കളുടെ സ്വപ്നം എന്ന് പറയുന്നത് മറ്റു സാധാരണക്കാരുടെ പോലെയുള്ള സ്വപ്നമല്ല, മറിച്ച് അത് വഹയിന്റെ ഭാഗമാണ്.